മോള് ഇവിടെ നിൽക്കുവാണോ? മോള് വാ, വന്ന് ആഹാരം കഴിക്ക. എന്റെ വിശപ്പൊക്കെ പോയി. അച്ഛനോടുള്ള ദേഷ്യം ആഹാരത്തോട് തീർക്കുവാണോ? എന്റെ സങ്കടങ്ങള് എനിക്ക് ഇങ്ങനെയൊക്കെയല്ലേ തീർക്കാൻ പറ്റൂ. അല്ലാതെ എന്റെ മനസ്സിൽ എന്താണെന്നോ എന്റെ ആഗ്രഹങ്ങൾ എന്താണെന്നോ ഇവിടെ ആരും മനസ്സിലാക്കാറില്ലല്ലോ. മോളെ, അമ്മയ്ക്ക് മോളെ മനസ്സിലാവും. അച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോളുടെ നന്മയ്ക്ക് വേണ്ടിയാവും. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. മോളെ, നീ അച്ഛനെ വെറുതെ വാശി പിടിപ്പിക്കല്ലേ. അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് നടത്തിയിരിക്കും. പക്ഷേ എന്റെ ഈ കല്യാണം മാത്രം നടക്കില്ല അമ്മേ. അതെന്താ? മോളുടെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഇനിയുണ്ടെങ്കിലും ആ ബന്ധത്തിന് അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല. മോളതങ്ങ് മറന്നേക്ക്. ആർക്കും എന്നെ മനസ്സിലാവില്ല. എന്റെ ഇഷ്ടങ്ങളും മനസ്സിലാക്കില്ല. മക്കളുടെ മനസ്സറിയാൻ ശ്രമിക്കാത്തവർക്കിടയിൽ നിന്ന് എങ്ങോട്ടേലും പോകുന്നതാ നല്ലത്. അച്ഛാ, അച്ഛാ, അല്ലെ നിങ്ങളുടെ അച്ഛനാണോ? നിങ്ങൾക്കൊന്നും മനുഷ്യത്വമില്ലേ? ഒരാളെങ്ങനെ കെട്ടിയിടാന്ന് വെച്ചാ? ആള് നല്ല വെള്ളമായിരുന്നു. ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് വല്ല വണ്ടിക്കും അടവയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാരും കൂടി പിടിച്ച് കെട്ടിയിട്ടതാ. അതെ, നിങ്ങൾ ഈ ഫുൾ ടൈം തണ്ണി അടിച്ച് നടക്കുന്നവന്മാരെ വീട്ടിൽ ഇരുത്തുന്നതാ നല്ലത്. അല്ലെങ്കിലേ ഞങ്ങള് നാട്ടുകാർക്ക് പണിയാവും. മനസ്സിലായോ? ഞാൻ ഇവിടുന്ന് പോവുക. ഈ വീട്ടിൽ നിന്ന് ഞാൻ സ്വപ്നം കണ്ടതുപോലെ എനിക്കൊരു ജീവിതം ഉണ്ടാവില്ല. എന്നെ ശപിക്കരുത്. ശത്രു പോ. ഈ ബാഗുമായിട്ട് നീ ഇവിടെ പോടി. ഞാൻ ഇവിടുന്ന് പോവുക. ഇനി ഇങ്ങോട്ട് വരുന്നില്ല. പോടി. എവിടെ പോയിരുന്നു? എങ്ങും പോയില്ല. പക്ഷെ ഇവിടെ പോയേനെ. അതിനുമുമ്പ് ഞാൻ ഇവിടെ എത്തി. എന്താ മോള് ഇവിടുന്ന് പോവാന്ന്. എന്താ മോളെ കേക്കുന്നേ? എന്റെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒരു വിലയും കൽപ്പിക്കാത്ത ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇവിടെ അച്ഛൻ എന്താ തീരുമാനിക്കുന്നോ അതല്ലേ നടക്കുന്നുള്ളൂ. എനിക്കെതിരെ താല്പര്യമില്ല. വേണ്ട. അച്ഛന്റെ മുഖത്ത് നോക്കി ധിക്കാരം പറഞ്ഞു ഇവിടെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാനൊരു ധിക്കാരും പറഞ്ഞിട്ടില്ല. പോ. പാർവതി, മോളെ എവിടേക്ക് ഓടിയിട്ട് കാര്യമില്ല.
അച്ഛനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നിന്റെ കല്യാണം അത് ഞാൻ നടത്തും. എന്തായാലും നടത്തും. അച്ഛാ, ഓ, പോയി കിടന്ന് തുറക്കാൻ നോക്ക്. ചെല്ലേ, പോകാൻ. കരുനീലിക്കാവിലമ്മ എപ്പോഴും പത്മനാഭന്റെ കൂടെ തന്നെയാ. അയ്യോ, അച്ഛാ, അയ്യോ, പിടിച്ചോ പിടിച്ചോ. അയ്യോ, അയ്യോ, ഏട്ടാ, അച്ഛാ. അച്ഛനോട് ദേഷ്യം തോന്നല്ലേ മക്കളെ? മനസ്സിന്റെ വിഷമം മാറാൻ വേണ്ടി അച്ഛൻ കുടിക്കുന്നത്. നിങ്ങളെന്നെ ശാപിക്കല്ലേ മക്കളെ? എന്താ അച്ഛാ ഇത്? ഞങ്ങൾക്ക് അച്ഛനെ മനസ്സിലാവും. അച്ഛനെ ഞങ്ങൾ ഒരിക്കലും ശപിക്കില്ല. അച്ഛനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് നമ്മുടെ അമ്മയാ. അവർക്കാ ഈ ശാപം കിട്ടുക. മക്കൾ ഒരിക്കലും അമ്മയെ ശപിക്കരുത്. അവള് പാവമാണ്. അവള് പാവമാണ്. അച്ഛനെ ഒഴിവാക്കിട്ട് പോയ അമ്മ ഞങ്ങൾക്ക് ഒരിക്കലും പാവമായിട്ട് കാണാൻ പറ്റില്ല. ഞങ്ങൾ ഈ ലോകത്ത് ഒരാൾ വെറുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അമ്മയെന്ന് പറയുന്ന സ്ത്രീയെ മാത്ര. മോനെ, അമ്മേ ആട്ടമ്മേ പിടിച്ചിരുന്നോ? ആ, വായോ വായോ. ആ, അമ്മേ നല്ലോണം ആട്ട്. വീടല്ലേ? അമ്മേ പേടിയാവുന്നു. പേടിക്കല്ലടാ. അമ്മേ അമ്മയ്ക്കൊപ്പം എപ്പോഴും വരാൻ ആഗ്രഹിച്ചത് നിന്റെ ചോട്ടില. ഒരർത്ഥത്തിൽ നിന്നെ ഞാൻ അമ്മയായിട്ടാ കാണുന്നു. പക്ഷെ ഇപ്പൊ അമ്മ എന്ന വാക്ക് പറയുമ്പോ ഉറപ്പും വെറുപ്പുവാ. ഭർത്താവും മക്കളും വേണ്ടാന്ന് പറഞ്ഞ് ആർക്കൊപ്പം ഒളിച്ചോടിപ്പോയാ നിങ്ങൾ വെറുക്കുന്നത് തെറ്റാണോ? ഭാര്യയും മക്കളെയും ജീവന് തുല്യം സ്നേഹിച്ച എന്റെ അച്ഛനൊരു മുഴുക്കുടിയനാവാൻ കാരണം നിങ്ങൾ ഒറ്റ ഒരാളാ. ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിച്ച് നിങ്ങൾക്ക് ദൈവം കാത്തുവച്ചിരിക്കുന്ന ശിക്ഷ അനുഭവിച്ചു തീർത്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോവാവുന്ന ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പിന്നെ നിങ്ങൾ പോയെന്ന് കരുതി എന്റെ അനിയത്തിമാര് അനാഥരായിട്ടൊന്നുമില്ല. അവർക്ക് ഞാനുണ്ട്. അവരുടെ ഈ വല്യേട്ടൻ
ഭഗവാനെ കാത്തുരക്ഷിക്കണേ. അതുപോലെ ഇന്നും മുടങ്ങാതെ അനീതിമാർക്ക് വേണ്ടി നാരങ്ങ വിളക്ക് കത്തിക്കുന്നുണ്ട്. എന്റെ പ്രാർത്ഥനകളെല്ലാം കൈക്കൊള്ളണേ. ഞാൻ നിത്യവും പ്രാർത്ഥിക്കുന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ, എങ്ങനെ മറക്കും? എന്നും പ്രാർത്ഥിക്കുന്നത് ഒരേ പ്രാർത്ഥന തന്നെയല്ലേ? അനുഗ്രഹിക്കണേ. എന്റെ അനിയത്തിമാർക്ക് എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാവണേ. അവർക്ക് നല്ല ചെക്കന്മാരെ തന്നെ ഭർത്താവായിട്ട് കിട്ടണേ. അവർക്കൊരു നല്ല കുടുംബജീവിതം ഉണ്ടാവണേ. കർത്താവേ, എന്റെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. അമ്പലമായാലും പള്ളിയായാലും ഗിരിയേട്ടന്റെ പ്രാർത്ഥന ഒന്ന് തന്നെ. ഗിരിയേട്ടന്റെ പ്രാർത്ഥന പോലെയൊന്നും അല്ല സഹോദരിമാരുടെ ആഗ്രഹം. പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഫീസ് ഇല്ലാതെ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ തുടങ്ങാനാണ് രത്നയുടെ ആഗ്രഹം. രശ്മിക്കാണെങ്കിലോ പോലീസ് ഓഫീസറാകണം. റാണിക്ക് സ്വന്തമായിട്ട് ഹോട്ടൽ തുടങ്ങണം. പിന്നെ കുഞ്ഞിക്കാണെങ്കിലോ പേരും പ്രശസ്തിയുള്ള വലിയൊരു സിനിമാ നടിയാണ്. ഗിരിയേട്ടൻ ഇതെല്ലാം അറിയാം. പക്ഷേ മൂപ്പരറിഞ്ഞ ഭാവം കാണിക്കില്ല. സഹോദരിമാരുടെ സ്വസ്ഥ ജീവിതം, അത് മാത്രമാണ് മൂപ്പർക്ക് പ്രധാനം. ദേവാലയങ്ങൾക്ക് മാത്രമേ മാറ്റമുള്ളൂ. ഗിരിയേട്ടന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റവും ഇല്ല. സഹോദരിമാരെ ഒന്നാഗ്രഹിക്കുന്നു, ഗിരിയേട്ടൻ മറ്റൊന്നാഗ്രഹിക്കുന്നു. ഗിരി, ആ ചേട്ടത്തി, എന്താ അവിടെ നിന്ന് കയറിയോ? ചേട്ടത്തി ഇരിക്കും. സുഖമാണോ കുഞ്ഞെ? ആ, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു ചേട്ടത്തി. ഞാൻ ചേട്ടത്തിയെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. അപ്പൊ മനസ്സ് മാറിയോ? എന്റെ കാര്യമല്ല ചേട്ടത്തി, എനിക്ക് വേണ്ടി പെണ്ണ് അന്വേഷിക്കണ്ടെന്ന് ഞാൻ ചേട്ടത്തിയുടെ അടുത്ത് മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ. ഗിരിയേട്ട പെണ്ണ് കെട്ടണമെങ്കിൽ അനിയത്തിമഴ മുഴുവൻ കെട്ടിച്ചയക്കണം ചേട്ടത്തി. മോനെ ഗിരി, മോനോട് ഞാൻ പലവട്ടം പറഞ്ഞതാ, അനിയത്തി കൊച്ചുങ്ങളെ നമുക്ക് കെട്ടിച്ചയക്കാം. അതിനിടയില് മോന്റെ കാര്യം കൂടെ നോക്കിയില്ലെങ്കിലേ മൂക്കില് പല്ല് കിളിർക്കും കേട്ടോ. അന്നേരം കെട്ടാൻ പാകത്തിനുള്ള പെമ്പിള്ളർ നോക്കി ഇറങ്ങിയാലേ ചൊവ്വും വരെയുള്ള ഒന്നിനെയും കിട്ടത്തില്ല. അതോർത്ത് ചേട്ടത്തി വിഷമിക്കണ്ട, എന്റെ കാര്യമല്ലേ, അത് ഞാനങ്ങ് സഹിച്ചു. അല്ല, ഇനി വല്ല കൊച്ചിനെയും കണ്ടുവച്ചിട്ടുണ്ടോ? ചേട്ടത്തെ അതൊക്കെ വിട്. ഞാൻ പറയാൻ വന്നതേ എന്റെ മൂത്ത അനിയത്തിയുടെ കാര്യ. നമ്മുടെ സ്കൂൾ ടീച്ചർ രത്ന എന്നല്ലേ കുട്ടിയുടെ പേര്? അത് തന്നെ. എനിക്ക് തെറ്റൂല. എങ്ങനെ തെറ്റാനാ? കെട്ടിക്കാൻ പ്രായമുള്ള സകല പെണ്ണിന്റെയും ചെക്കന്റെ പേരും മേൽവിലാസവും ഈ ഡയറിക്കകത്ത് കാണൂലേ? ഉണ്ടടാ. ഈ കൊച്ചന്നമ്മയെ കർത്താവ് ഭൂമിയിലേക്ക് അയച്ചത് തന്നെ വിവാഹമെന്ന കൂതാശിക്ക് വഴിയൊരുക്കാനാ. കുഞ്ഞു പറയേ, അപ്പോ മൂത്ത കൊച്ചിനൊരു ചെക്കനെ കണ്ടുപിടിക്കണം. വെറുതെ ആരെങ്കിലും കണ്ടുപിടിച്ചാ പോരാ. അവളുടെ പഠിത്തത്തിനും ജോലിക്കും അനുസരിച്ചുള്ള ഒരു ചെക്കനെ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. അത് ഈ കൊച്ചന്നമ്മയോട് പറയേണ്ട കാര്യമുണ്ടോ? ചെക്കനെ സ്ഥിര വരുമാനമുള്ള ജോലി വേണം, പിന്നെ കൊള്ളാവുന്ന കുടുംബത്തിലേ ആയിരിക്കണം. എല്ലാം ഈ കൊച്ചന്നമ്മ ചേട്ടത്തി ഏറ്റന്നേ. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് ചേട്ടത്തിയോട് പറയാനുണ്ട്. 1000 കള്ളങ്ങൾ പറഞ്ഞും ഒരു വിവാഹം നടത്താന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കത് വേണ്ട. എല്ലാം അറിഞ്ഞുകൊണ്ടൊരു കല്യാണം, അത് മതി രത്നമൊക്കെ. അതുകൊണ്ട് നമ്മളൊന്നും മറച്ചു പിടിക്കണ്ട. നമ്മൾ എന്തെങ്കിലും മറച്ചു വെച്ചിട്ട് പിന്നീട് അത് ചെക്കൻ്റെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോകുന്നത് എൻ്റെ അനിയത്തിയുടെ ജീവിതമായിരിക്കും. അവളുടെ ജീവിതം ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. മോൻ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ പറയാൻ വന്നത് ഞങ്ങളുടെ അമ്മയെക്കുറിച്ചാണ്. നാട്ടുകാർക്ക് മുഴുവൻ അറിവുള്ളതല്ലേ അത്. നമ്മളായിട്ടത് പറയാൻ മടിച്ചു കഴിഞ്ഞാലും ആരെങ്കിലും പറഞ്ഞ് ചെക്കൻ്റെ വീട്ടുകാരതറിയും. അതിനേക്കാളും നല്ലതല്ലേ നമ്മളത് ആദ്യമേ തന്നെ പറയുന്നത്. അതുകൊണ്ട് അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയ വിവരം ചെക്കനോടും കുടുംബക്കാരോടും ചേട്ടത്തി തീർച്ചയായിട്ടും പറയണം. അതറിഞ്ഞിട്ടും ഞങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ മാത്രം രത്നയ്ക്ക് വേണ്ടി ചേട്ടത്തി കൊണ്ടുവന്നാൽ മതി. ചിലപ്പോ അത് ഇത്തിരി പ്രയാസമുള്ള കാര്യമായിരിക്കും, പക്ഷെ എനിക്ക് വേണ്ടി ചേട്ടത്തി കഷ്ടപ്പെടണം. അതൊന്നും സാരമില്ല മോനെ. മോനും മോന്റെ പെങ്ങന്മാരും എനിക്കെന്റെ സ്വന്തം മക്കളെ പോലെയാ.
എത്ര ബന്ധപ്പെട്ടിട്ടാണെങ്കിലും മോന്റെ അനിയത്തിക്ക് വേണ്ടി നല്ലൊരു ബന്ധവും കൊണ്ട് ഈ കൊച്ചന്നമ്മ ചേർത്തി വന്നിരിക്കും. മോൻ സമാധാനമായിട്ടിരിക്കെ. പോയിട്ട് വരാം മോനെ. അമ്മേ, മോൾ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണ്? അവള് വീണ്ടും ഇറങ്ങിപ്പോകുന്ന? അയ്യോ അല്ല, അവൾക്ക് പഠിക്കണം, കല്യാണം പിന്നെ മതിയെന്ന്. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞതാണല്ലോ. വീണ്ടും ആവർത്തിക്കണോ? എനിക്ക് പറയാം, പഠിത്തം കഴിഞ്ഞു. ഇനി നടക്കാൻ പോകുന്നതേ അവളുടെ കല്യാണവാ. അത് എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിലൊരു മാറ്റവും ഇല്ല. മുതലാളി, ആ അമ്മ, ഞാൻ മോളോട് പറഞ്ഞില്ലേ, അച്ഛന്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന്. ആരച്ഛന്റെ മനസ്സ് മാറ്റാൻ നോക്കിയാലും മാറില്ല. ഞാൻ വന്നത് എന്റെ മകളുടെ കല്യാണക്കാര്യം പറയാനാ. അതെയോ? എവിടുന്നാ ചെക്കൻ? ശേഖരപുരത്തുനിന്നാ. ആഹാ, എന്താ ജോലി? വില്ലേജ് ഓഫീസിലെ ക്ലർക്കാ. ആഹാ, അപ്പോ മകൾക്കൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ തന്നെ കിട്ടി അല്ലേ? ആട്ടെ, എപ്പോഴാ കല്യാണം? തീയതി കുറിക്കാൻ ചെറിയൊരു പ്രശ്നമുണ്ട് പപ്പേട്ട. എന്ത് പ്രശ്നം? അത് മോക്ക പയ്യനെ വേണ്ടെന്നാ പറയുന്നത്. എങ്കിൽ പിന്നെ ആ കല്യാണം നടത്താതിരിക്കുന്നതാ നല്ലത്. പക്ഷേ ഞങ്ങൾക്ക് വരാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബന്ധമാണ് പപ്പേട്ട. ഇഷ്ടമല്ലാത്ത ഒരാളോട് ജീവിക്കേണ്ടത് നിങ്ങളുടെ മകളല്ലേ? ദേ, സ്വർണം കായ്ക്കുന്ന വീട്ടിലേക്കാണ് കെട്ടിച്ചയക്കാൻ പോകുന്നതെങ്കിലും മകൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അതിന് തുനിയരുത്. നോക്കൂ, മകളുടെ ഇഷ്ടം നമ്മൾ മുഖവിലയ്ക്ക് എടുക്കണം. അല്ലാതെ നടത്തിവിടുന്ന ബന്ധങ്ങളാ പിന്നീട് കണ്ണീരിലും കലാശത്തിലും ചെന്ന് അവസാനിക്കുന്നത്. ശരിയല്ലേ? ഞങ്ങൾക്ക് മനസ്സിലായി. മോളുടെ ഇഷ്ടത്തിനെ ഞങ്ങൾ അവളുടെ കല്യാണം നടത്തൂ. അങ്ങനെ ചെയ്താൽ മകളുടെ ജീവിതത്തിലും സന്തോഷം ഉണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിലും സന്തോഷം ഉണ്ടാവും. നിങ്ങൾ ചെല്ലേ. ശരി. ഓ, ഞാൻ പറഞ്ഞതൊക്കെ മോള് കേട്ടു അല്ലേ? കേട്ടു. എനിക്ക് അച്ഛനെ കുറിച്ച് ഓർത്ത് ഒരുപാട് അഭിമാനം തോന്നി. പക്ഷേ നീ അതൊന്നും കേട്ട് ഒരുപാട് സന്തോഷിക്കുകയൊന്നും വേണ്ട. നിന്റെ കല്യാണം എന്റെ ഇഷ്ടത്തിനെ നടക്കൂ. ഏട്ടാ, ഏട്ടയിന്ന് കടയിൽ പോകുന്നില്ലേ? പോണം. അതിനു മുമ്പ് ഇവിടെ ഒരു ചടങ്ങ് നടത്താനുണ്ട്. എന്ത്? ജാതകം നോക്കൽ. ആരുടെ? നിങ്ങളുടെ എല്ലാവരുടെ. ജോത്സ്യം ഇപ്പൊ എങ്ങെത്തും. ഇപ്പൊ എന്തിനാ ജാതകം നോക്കുന്നേ? അതും കൊള്ളാം. നിങ്ങളുടെയൊക്കെ കല്യാണം എപ്പോഴാണ് നടക്കുന്നതെന്ന് അറിയണ്ടേ? എന്നിട്ട് വേണം അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഏട്ടന് ചെയ്യാൻ.
ചേച്ചി? നമ്മുടെയൊക്കെ ജാതകം നോക്കാൻ ഒരു ജോത്സ്യം വരുന്നുണ്ട്. വരട്ടെ. ആരെങ്കിലും ജാതകത്തിൽ രാജയോഗം ഉണ്ടോന്ന് അറിയാലോ. നമ്മുടെ കല്യാണം എപ്പോഴാന്ന് അറിയാനാ വരുന്നത്. ദേ ഏട്ടാ, ആ, എനിക്കിപ്പോ വേണ്ട കേട്ടോ. എന്റെ ദേഹത്ത് കാക്കി കയറിയതിനു ശേഷം മാത്രം മതി കല്യാണം. എനിക്കും ഉടനെ വേണ്ട. ചേച്ചിമാർക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ എപ്പോ കെട്ടാനും റെഡിയാ. അയ്യേടാ, കുഞ്ഞിന്റെ മനസ്സിലിപ്പോ ചെറുതൊന്നല്ലല്ലോ. ആ ജോലിച്ചിട്ട് വന്നല്ലോ. നമസ്കാരം ജോലിച്ചരെ. നമസ്കാരം. വരണ വഴിക്കൊരു വിക്കിനം കണ്ടു. ഓ. പിന്നെ വിഘ്നേശ്വരന്റെ അമ്പലത്തിൽ പോയി ഒരു നാളികേരം ഉടച്ചിട്ട് ഇറങ്ങിയ അതാ വൈകി. ആണല്ലേ? ആ നന്നായി. കുഞ്ഞി, നീ അങ്ങോട്ടേക്ക് ചെല്ല. അതിങ്ങെടുത്ത് നടക്ക്. അനീതിമാരുടെ ജാതകങ്ങളാ. രത്ന, രശ്മി, റാണി, രഞ്ജിനി. 10ാമത്തെ ഗ്രഹത്തെ കണ്ടുപിടിക്കാണെന്ന് തോന്നുന്നു. സാറ്റലൈറ്റ് സെർച്ച്. ചുമ്മാ ഇരിക്കും. ജോലിച്ചരെ, അതെന്റെ ജാതക, അത് നോക്കണ്ട. ആ, ഈ ജാതകം എന്റെ കയ്യിൽ വന്നതല്ലേ, നോക്കിക്കളയാം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ജോലിച്ചരെ? പറയാം. രത്നമോളുടെ കല്യാണം എപ്പോഴാ നടക്കുക? ഏട്ടാ, എന്താ എന്താ ജോലിച്ചരെ? രാശിപ്പലകയില് കല്യാണ യോഗയില്ല. ഇല്ലാന്ന് വെച്ചാല് ഉടനെ ഇല്ല. പക്ഷേ ഒരാളുടെ കല്യാണം ഉടനെ നടക്കും. ആരുടെ? വേറെ ആരുടെ അല്ല, തന്റെ കല്യാണം ഉടനെ നടക്കും. ആഹാ, അടിപൊളി. വളരെ ബേഷ്. ഗൈസ്, ഇറ്റ്സ് ടൈം ഫോർ നാത്തൂൻ പോൻ. പോയി തോന്നണം, വിളിച്ചു പറയുന്നു. അതെ, ജോലിച്ചേർക്ക് തെറ്റിയതാണ്. എന്റെ കല്യാണം അല്ല ആദ്യം നടക്കുക. നടക്കാൻ പോകുന്നത് എന്താണോ അതാ ഞാൻ പറഞ്ഞത്. രാശിപ്പലകയിൽ തെളിഞ്ഞത് തെറ്റില്ല. ഗിരീശന്റെ വിവാഹം കഴിഞ്ഞിട്ടേ അനിയത്തിമാരുടെ വിവാഹം നടക്കൂ. അതിന് ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ വിചാരിച്ചാലും അത് തടയാൻ കഴിയില്ല. ഇനി വേണമെങ്കിൽ ഗിരിക്ക് ഏത് നാളുകാരിയാ ചേരുന്നതെന്നും പറയാം. അതൊന്നും അത് ഞാൻ പറയാം. മതി 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 മതി. ജോലിച്ചേരുടെ
പ്രവചനമൊക്കെ മതി. രാശി പലക കള്ളം പറയില്ല. അത് കുഴപ്പമില്ല. കള്ളം പറയുന്ന കബഡിയിൽ തൊടാം. ഓരോ കള്ളം പറഞ്ഞ് ഇറങ്ങിയിരിക്കാം. കള്ളമല്ല, സത്യമാണ്. കബഡി അവിടെ വെക്ക്. എന്റെ കല്യാണം നടക്കും പോലും. കാണിക്കണേ. ഭൂതവും ഭാവി വർത്താനൊക്കെ ഇനി പിന്നീട് പറയാം കേട്ടോ. ഇതെല്ലാം ഈ സഞ്ചിക്കകത്ത് തന്നെ ഇട്ട് വെച്ചോ. ഇനി പുറത്തേക്ക് എടുക്കണ്ട. കഴിഞ്ഞു. അത് പിടിക്കും. എഴുന്നേക്ക്. ഈ കള്ള പലകയും പിടിച്ചോ. ഇനി ദക്ഷിണ തന്നില്ല എന്ന് പറയരുത്. അതെ, പിടിച്ചോ. വാ. ഇറങ്ങി. പൊക്കോ. ഈ ഭാഗത്തിന് കണ്ടുപോരുത്. ഇറങ്ങണോ. ജോത്സ്യരായി പോയി. ഇല്ലെങ്കിൽ വല്ലതും പിടിച്ച് പറഞ്ഞേനെ. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. പാട്ട് കുഞ്ഞു